Praise the Lord. Hallelujah. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അല്പം നേരത്തെ വചന ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 9-ാം വാക്യം. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. മതി. കണ്ണുകളെ അടയ്ക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, മാറ്റമില്ലാത്ത വചനം ഞങ്ങൾ വായിച്ചു കേട്ടല്ലോ. കേൾക്കുവാൻ പോകുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. ആത്മീയ കണ്ണുകളെ കർത്താവ് തുറക്കണമേ. തിരുസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. വചനം പ്രസംഗിക്കുന്ന എളിയവന്റെ കുറവുകളൊന്നും കർത്താവേ, കേൾക്കുന്നവരുടെ മക്കളുടെ ആരുടെയും അനുഗ്രഹം തടസ്സമാകരുത് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും അവിടെ അനുഗ്രഹിച്ചാട്ടെ, എളിയവനെ ബലപ്പെടുത്തിക്കാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ കേൾക്കണമേ. ആമേൻ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. ഒരു വശത്ത് ഒളിഞ്ഞിരിക്കുന്ന മനുഷ്യൻ, മറുവശത്ത് അവനെ തേടിയിറങ്ങിയ ദൈവം. മനുഷ്യൻ തന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ നിന്നും മാറിപ്പോയിട്ടും ദൈവം അവിടുത്തെ അന്വേഷണം നിർത്തുന്നില്ല. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള ആത്മീയ ജീവിതത്തില് ഇത് വളരെ അർത്ഥവത്താണ്. ഓരോ ദിവസത്തെയും എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് ദൈവഹിതപ്രകാരമല്ലാത്ത കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോഴും പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് നാം വളരെ അകന്നകന്നു പോവുകയാണ്. എന്നാലും ദൈവത്തിന്റെ കരുണ നമ്മുടെ മേലുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മളെ സ്നേഹിക്കാതിരിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നോടും നിങ്ങളോടുമുള്ള സർവശക്തനായ ദൈവത്തിന്റെ വിശ്വസ്തത മനുഷ്യരുടെ അല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയുള്ളതേ അല്ല. വായിക്കാം. സങ്കീർത്തനം 29 അതിന്റെ 3-ാം വാക്യം. 29-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. 29-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം. 92-ന്റെ 3 തിരിച്ചുപോയി. 92-ന്റെ 3. രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും. രാവിലെ നിന്റെ ദയയെ രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. അടുത്തൊന്ന് വായിച്ച 108-ാം സങ്കീർത്തനം 4-ാം വാക്യം. 108-ന്റെ 4. നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു, നിന്റെ ദയ ആകാശത്തിനും മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം. നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു ഇരിക്കുന്നു. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വേറൊരു ഭാഗത്ത് പറയുകയാണ്, വിശ്വസ്തത മനുഷ്യപുത്രന്മാരില് കുറഞ്ഞിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും വിശ്വസ്തതയ്ക്ക്, ദൈവത്തോട് വിശ്വസിക്ക് എപ്പോഴും കുറവ് വന്നുകൊണ്ടേയിരിക്കും. കർത്താവിന്റെ വിശ്വസ്തത എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കുക, അല്ലെങ്കിൽ സ്ഥിരമാണ്.
സർവശക്തനായ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒരിക്കലും കുറവ് വരികയില്ല. ദൈവത്തിൽ സകല സമ്പൂർണതയുടെയും നിറമാണുള്ളത്. എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 13-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവം മാറ്റമില്ലാത്തവനാണ്. കേൾക്കുന്ന പ്രിയ ദൈവജനമേ, കഴിഞ്ഞുപോയ ഒരു വർഷം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതമാണോ ഞാനും നിങ്ങൾ ജീവിച്ചത്? ഈ പുതുവർഷത്തിന്റെ ആദ്യത്തെ മാസത്തില് നാം നിൽക്കുമ്പോൾ, ഈ വർഷത്തിന്റെ 3-ാമത്തെ ഞായറാഴ്ച ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, ദൈവഹിതപ്രകാരമുള്ള ഒരു മാറ്റത്തിനു വേണ്ടി യേശുവിന്റെ കരങ്ങളിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുമോ? കഴിഞ്ഞ വർഷം അതിന്റെ തുടക്കത്തില് പലരും സാക്ഷ്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദൈവം എന്നെ ഇങ്ങനെ കാത്തു, അങ്ങനെ കാത്തു, ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്നെല്ലാം ഞാൻ കേട്ടു. എന്നാൽ കഴിഞ്ഞ വർഷം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കുറവുകള് ഈ വർഷം അത് മാറിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ അത് ദൈവം തന്നെ സമർപ്പിച്ച് അത് മാറ്റിയിട്ടുണ്ടോ? എത്ര പേര് ഒന്ന് കൈ ഉയർത്തിക്ക്. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിന്നെ നിങ്ങളുടെ സാക്ഷ്യം കൊണ്ട് എന്താ ദൈവസന്നിധിയിൽ വില? ആരും കൈ ഉയർത്തിയിട്ടില്ല. ആരും, ഒറ്റ വ്യക്തി പോലും. നമ്മുടെ സാക്ഷ്യത്തിന് എന്താ വിലയുള്ളത്? ഒരു വിലയുമില്ല. മനുഷ്യരുടെ മുമ്പിൽ നാം വെറുതെ പറഞ്ഞെന്നല്ലേ ഉള്ളൂ. എന്നെ മാനിക്കുന്നവനെ അതൊക്കെ അറിയാം നിങ്ങൾക്കല്ലേ? ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ 4-ാം അധ്യായത്തില് ഇവിടെ കയറി വരിക എന്ന് അപ്പോസ്തലനായ യോഹന്നാനോട് സ്വർഗം പറഞ്ഞ ആ ശബ്ദം കേൾക്കുവാൻ രാവിലെ സമയം നമ്മെ തന്നെ ഒന്നെടുക്കുമോ? പുതുക്കം പ്രാപിച്ചുള്ള ഒരു ജീവിതമാണ് കർത്താവ് എന്നെ നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 8-ൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത്, വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച കേട്ട് മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. ആദാമിന് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ബോധമില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് ഒളിക്കുക എന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ട് ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ മാറുക എന്നുള്ളതാണ്. അത് മാനുഷിക ബുദ്ധിയാ കേട്ടോ. ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ മാറുക എന്നുള്ളത് മാനുഷിക ബുദ്ധിയാണ്. സകലത്തെയും നിർമ്മിച്ച അഗ്നിജ്വാലയ്ക്ക് ഒത്ത കണ്ണുകളുള്ള ദൈവത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടുത്തെ സ്വന്തം രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ആദാം ഒരു മരത്തിന് പിന്നിൽ ഒളിക്കുവാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് ആദാമിന് മനസ്സിലാക്കണമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം വിളിച്ചത് അവനെ, നീ എവിടെയെന്ന് ചോദിച്ചത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ദൈവം മുമ്പിൽ നാം എങ്ങനെയായിരിക്കുന്നു? പറയുമ്പോ ഒക്കെ എല്ലാ ആഴ്ചയിലും പ്രസംഗിക്കുന്നുണ്ട്, മനോഹരമായ പാട്ടുകൾ പാടുന്നുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, മുടങ്ങാതെ ആരാധനയ്ക്ക് വരുന്നുണ്ട്, എവിടെ കോട്ടേജ് മീറ്റിംഗ് കൊണ്ടേലും പോകുന്നുണ്ട്. പക്ഷെ നിന്റെ അവസ്ഥ എങ്ങനെ? നിന്റെ ആത്മീക ജീവിതത്തിന് വളർച്ചയുണ്ടോ എന്നുള്ളത് ദൈവസന്നിധിയിൽ വിഷയം. ഇന്നലത്തെ പോലെ തന്നെയാണോ നീ ഇന്ന്? കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയാണോ ഇന്ന് ഈ വർഷം? ദൈവം നമുക്ക് ആയുസ്സ് തരുമെങ്കില് വരാൻ പോകുന്ന 11 മാസം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ ഈ 2024 ആദ്യത്തെ മാസത്തിലെ ഞായറാഴ്ച ദൈവകരങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കുമോ? എത്ര പേര് അതിന് വേണ്ടി തീരുമാനമെടുത്തിട്ടുണ്ട്? നല്ല ശമരിയക്കാരന് നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ലേവ്യനും പുരോഹിതനും തങ്ങളുടെ കർത്തവ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി. ആത്മീക ലോകത്തുള്ളവർ ഒട്ടുമുക്കാലും ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെയുള്ളവര് ആത്മീക വളർച്ച പ്രാപിക്കുകയില്ല, മുരടിച്ച അവസ്ഥയിലായിരിക്കും.
എൻ്റെ കയ്യിൽ നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇത് എത്രയോ സത്യമാണ്. ദൈവ മുമ്പിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുന്നു എന്നുള്ളത് നാം ദിനംതോറും പരിശോധിക്കണം. അതിനുള്ള ഉരകല്ല് വിശുദ്ധ വേദപുസ്തകമാണ്. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രവൃത്തികളോ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ നാം അത് ഏറ്റു പറഞ്ഞേ മതിയാകുകയുള്ളൂ. നമുക്ക് രാവിലെ സമയം മനസ്സാന്തരപ്പെടാം. ദൈവത്തിന്റെ പ്രസാദ വർഷം നമ്മുടെ മേൽ ചൊരിയട്ടെ. പ്രിയ മകനെ, പ്രിയ മകളെ എന്നുള്ള വിളി ഇന്ന് കേൾക്കുവാൻ നിങ്ങൾ എത്രയും രാവിലെ സമയം ഒരുക്കുമോ? ചെറിയ ചെറിയ കള്ളത്തരങ്ങള് ഒരു മടിയും കൂടാതെ പറയുന്ന അനേകം വിശ്വാസികളെ എനിക്കറിയാം. സിനിമയും സീരിയലും കാണുന്ന അനേകം വിശ്വാസികളെ എനിക്കറിയാം. പുകവലിക്കുന്ന അനേക വിശ്വാസികളെ എനിക്കറിയാം. ഇവരെല്ലാവരും മുടങ്ങാതെ ആരാധനയ്ക്ക് സംബന്ധിക്കുന്നവരും കർത്തൃമേശയിൽ സംബന്ധിക്കുന്നവരുമാണ്. ഇവരെ നോക്കിക്കൊണ്ട് സ്വർഗം ചോദിക്കുക, നീ എവിടെ? സ്വയശോധനയ്ക്കുള്ള സമയമാകട്ടെ ഇന്ന് രാവിലെ സമയം. ദൈവം നമ്മെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. ആരാധനയ്ക്ക് സംബന്ധിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, മുടങ്ങാതെ നാം വേദപുസ്തകം വായിക്കുന്നുണ്ടോ എന്നുള്ളതല്ല, പ്രസംഗിക്കുന്നുണ്ടോ എന്നുള്ളതല്ല. ദൈവം എന്നെ എങ്ങനെ കാണുന്നു? ദൈവവും എല്ലാവരുടെ ജീവിതം എങ്ങനെ? കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഒളിക്കുവാൻ ശ്രമിക്കുന്നത് വിഡ്ഢിത്തരമാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ അവിടുന്ന് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാം. എന്റെ പ്രസംഗവാക്യത്തിലേക്ക് ഒരു നിമിഷം മടങ്ങി വരട്ടെ. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. കർത്താവിന്റെ മനുഷ്യനോടുള്ള ഈ ചോദ്യത്തിന് സമാനമായ ഒരു ചോദ്യമുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകത്തിലില്ല, പക്ഷെ വേദപുസ്തകത്തോട് ബന്ധപ്പെട്ട ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. പോളണ്ട് എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട്? പോളണ്ട് കേട്ടിട്ടുണ്ട്, ഒട്ടുമുക്കാൽ ആൾക്കാരും കേട്ടിട്ടുണ്ട്. ഈ രാജ്യത്തെ ഒരു നോവലിസ്റ്റ് ആയിരുന്നു ഹെൻറിക് സിൻഗീവിസ്. ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് ക്വോ വാദിസ്. ഇത് പിന്നീട് അതിപ്രശസ്തമായ ഒരു ചലച്ചിത്രമായി. ലാറ്റിൻ ഭാഷയിലുള്ള ഒരു ചോദ്യമാണ് ക്വോ വാദിസ്. മലയാള പരിഭാഷ, നീ എവിടെ പോകുന്നു? നോവലിലെ ശക്തമായ വാക്കാണ് ഈ ചോദ്യം. റോമൻ ചക്രവർത്തിയായിരുന്ന നീറോയുടെ അതിക്രൂരമായ പീഡനത്തെ ഭയന്ന്, സുവിശേഷം പറയുന്നതിൽ നിന്നും ഭയന്ന് നഗരത്തിന് പുറത്തേക്ക് ഓടിയ പത്രോസിന്റെ മുമ്പിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഉടനെ കർത്താവിനോട് പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ് ക്വോ വാദിസ്, നീ എവിടെ പോകുന്നു? ഏതാണ്ട് 1973-74 കാലഘട്ടങ്ങളിൽ, അതായത് ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബോംബെ എന്ന മഹാനഗരത്തില് വോൾട്ടാസ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. ഇപ്പൊ ബാച്ചിലർ ആയിരുന്നു. ജോലി കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. 5-6 മണിയാകുമ്പോൾ രാത്രിയും പോലും ഒരുപോലെ തിരക്കേറിയ ബോംബെ നഗരത്തിലൂടെ ഞാൻ നടക്കാനാണ്. 2 വർഷത്തും ഇങ്ങനെ പല പല സാധനങ്ങൾ വഴിവരത്ത് ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെന്നപ്പോൾ ഒരു വലിയ ഷീറ്റ് വിരിച്ച് അതിന്മേൽ കുറച്ച് പുസ്തകങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു. ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ തെരഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ബുക്ക് കണ്ടു. എന്റെ പുറത്താളിൽ എഴുതിയിരിക്കുന്നത് ക്വോ വാദിസ്. ഞാൻ വിചാരിച്ചു, ഇതെന്ത് ഭാഷ? ഹിന്ദിയല്ല, തമിഴല്ല, ഇംഗ്ലീഷല്ല, മലയാളമല്ല. വീണ്ടും പേജ് തുറന്നപ്പോൾ ഇത് തന്നെ എഴുതിയിരിക്കുകയാണ്. തൊട്ട് താഴെ എഴുതിയിരിക്കുന്നു
നീ എവിടെ പോകുന്നു? ഞാനും ലക്ഷ്യമില്ലാതെ ഇറങ്ങിയതാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നോട് തന്നെ ചോദിച്ച ചോദ്യമാണല്ലോ ഇതെന്ന്. ഞാൻ ആ പുസ്തകം വാങ്ങി വായിച്ചു. മനോഹരമായ ഒരു പുസ്തകമാണ്. ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങളുടെ ഇടത്തിൽപ്പെടുത്താവുന്ന ഒരെണ്ണം. അല്ലെങ്കിൽ ഇത് ലോകപ്രശസ്ത ഒരു ചലച്ചിത്രമാകത്തില്ലല്ലോ. എന്റെ പ്രസംഗ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. എതിരെ വന്ന കർത്താവിനോട് പത്രോസ് ചോദിച്ചു, നീ എവിടെ പോകുന്നു? അതിന് കർത്താവ് പറഞ്ഞു, ഐ ആം ഗോയിങ് ടു റോം ടു ബി ക്രൂസിഫൈഡ് അഗെയിൻ. ഞാൻ റോമിലേക്ക് വീണ്ടും ക്രൂശിക്കപ്പെടാനായി പോകുന്നു. ഈ ചോദ്യം പത്രോസിനെ പിടിച്ചു കുലുക്കി. കാരണം വളരെ പേടിയുള്ളവനും എടുത്തുചാട്ടക്കാരനും മുൻകോപിയുമായിരുന്ന പത്രോസ് ക്രൂരന്മാരായ റോമൻ പടയാളികള് ചാട്ടവാറുകൊണ്ട് അടിച്ച് കർത്താവിന്റെ ശരീരത്തിലെ മാംസ കഷ്ണങ്ങൾ പിഴുതെറിയപ്പെട്ടതും കുരിശ് നിലത്ത് കിടത്തിയിട്ട് കർത്താവിനെ അതിൽ കിടത്തി റോമൻ പടയാളികൾ 4 സൈഡിൽ നിന്നിട്ട് ഒരാൾ ഒരു കൈ ഒരു സൈഡിലോട്ട് പിടിച്ചു വെച്ചു, മറ്റേ ആൾ മറ്റേ സൈഡിലോട്ട് പിടിച്ചു വെച്ചു, ഒരാൾ കാൽക്കൽ നിന്നിട്ട് ഒരു കാൽപ്പത്തി മറ്റേ കാൽപ്പത്തിയുടെ മേൽ വെച്ചു. എന്നിട്ട് കാരിനും ബാണികൾ അടിച്ചറങ്ങി. കാരിനും ബാണികൾ എന്ന് പറയുമ്പോൾ അറ്റം സൂര്യ പോലെ ഇരിക്കും, 3 സൈഡുണ്ട്. അടിച്ചിറക്കിയപ്പോൾ ഒഴുകിയ രക്തം നേരിട്ടില്ലെങ്കിലും പത്രോസ് ഒളിഞ്ഞു നിന്ന് കണ്ടതാണ്. പെട്ടെന്ന് പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യഥാസ്ഥാനപ്പെട്ടു. പറഞ്ഞു, കർത്താവേ വേണ്ട, ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് റോമിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. പീഡനങ്ങളെ അതിജീവിച്ചുകൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നപ്പോൾ നീറോ ചക്രവർത്തിന്റെ പടയാളികള് പത്രോസിനെ പിടിച്ച് ജയിലിലാക്കി. കൊല്ലാനായി കൊണ്ടുപോയ ദിവസം ചോദിച്ചു, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഉടനെ പറഞ്ഞു, എനിക്ക് എന്റെ കർത്താവിന്റെ കാലുകളെ ചുംബിച്ചുകൊണ്ട് എനിക്ക് മരിക്കണം. അങ്ങനെ പത്രോസിനെ തല കീഴായി ക്രൂശിക്കുകയായിരുന്നു. പത്രോസിന്റെ ഈ ചോദ്യത്തിന് അർത്ഥപൂർണമായ ഒരു ജീവിത ശൈലിയുണ്ട്. ഇന്ന് നിങ്ങളോട് കർത്താവ് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? എത്രമാത്രം നാം ദൈവസ്ഥ യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ട്? കാരണം നമുക്ക് ആത്മീക ജീവിതത്തിൽ ലക്ഷ്യങ്ങളില്ല. നിങ്ങൾ എവിടെ പോവുകയാണ്? ഇതൊരു സാർവലൗകിക ചോദ്യമാണ്. ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന പലർക്കും ഈ ചോദ്യത്തിന് ഉത്തരമില്ല. ഒരിക്കൽ അമേരിക്കക്കാരനോട് സുവിശേഷം പറഞ്ഞ പുള്ളിയോട് പറഞ്ഞു, എല്ലാം ഒന്നല്ലേ എന്ന്. ഓർത്തഡോക്സുകാരന്. ഒരിക്കലും മർത്തോമക്കാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്വർഗവും നരകവും എല്ലാം ഇവിടെ തന്നെയാണ്. മനുഷ്യൻ ലക്ഷ്യമില്ലാതെ അലയുകയാണ്. ലക്ഷ്യമില്ലാതെയുള്ള യാത്രയിലാണ് മനുഷ്യൻ. ക്രിസ്ത്യാനികൾ അപമാനിക്കുന്ന പലരും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കല് ഒരു സ്വിറ്റ്സർലൻഡുകാരനെ പരിചയപ്പെട്ടു. അദ്ദേഹത്തോട് ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തില് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, when you are going back to Switzerland? I don't know. ഇതിന്റെ നാട്ടിലേക്ക് എന്നാ പോകുന്നത് എനിക്കറിയില്ല. I don't know. ഞാൻ ചോദിച്ചു, no family? No, I married twice. I divorced both of them.
നിങ്ങൾക്ക് കേൾക്കത്തില്ലേ? അതോ I divorced both of them. You are your parents, but they are died. So I don't know where to go and when to go. രണ്ട് കല്യാണം കഴിച്ചു, ഡൈവോഴ്സ് ചെയ്തു. കുട്ടികളില്ല, മാതാപിതാക്കളും മരിച്ചു. അതുകൊണ്ട് എനിക്കറിയത്തില്ല എവിടെ പോകണം, എപ്പോൾ പോകണം. ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ ദേശാടന പക്ഷേ പോലെ കറങ്ങിത്തിരിക്കുക ക്രിസ്ത്യാനികൾ. ഒരു ലക്ഷ്യവുമില്ല. ദേശാടന പക്ഷികൾ അങ്ങനെയല്ലേ? റഷ്യയിൽ നിന്ന് നമ്മുടെ അടൂരൊക്കെ വരും പക്ഷികൾ. ഇവിടുന്ന് പിന്നെ ശ്രീലങ്കയിൽ പോകും, അവിടെ നിന്ന് വേറെ രാജ്യത്ത് പോകും. ഒരു ലക്ഷ്യവുമില്ല മനുഷ്യൻ ആത്മീയ ജീവിതത്തിൽ. പറയുന്നത് മഹാ ഇടവകയിലെ അംഗങ്ങളാണ്, മഹാ ഇടവകയിലെ അംഗങ്ങൾ. ദൈവജനം, നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാകണം. ഹല്ലേലൂയ. ഒരിക്കല് ഒരു മനുഷ്യൻ നടന്ന ഒരു നാൽക്കവലയിൽ ചെന്നു. അവിടെ കണ്ട പ്രായമായ ഒരു മനുഷ്യനോട് ചോദിച്ചു, ഈ വഴി എങ്ങോട്ടാ പോകുന്നത്? പ്രായമായ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾക്ക് എവിടേക്കാ പോകേണ്ടത്? അവിടെ എനിക്കറിയില്ല. പക്ഷെ പ്രായമായ മനുഷ്യൻ പറഞ്ഞു, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ വയ്യാത്ത മനുഷ്യന് എല്ലാ വഴിയും ഒരുപോലെയാ. ലക്ഷ്യമില്ലാത്ത മനുഷ്യൻ. അങ്ങനെയാണെങ്കിൽ തങ്ങൾക്ക് ഏത് വഴിയും തിരഞ്ഞെടുക്കാം, എവിടെയും പോകാം. ദൈവത്തിന് സ്തോത്രം. സുപ്രസിദ്ധ ചിന്തകാരനും എഴുത്തുകാരനുമായിരുന്ന ബിഷപ്പ് ഫുൾട്ടൻ ഷീന് ഒരിക്കല് ഒരു കാര്യം പറഞ്ഞു. വ്യക്തികൾ പരാജയപ്പെടാൻ 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, അവർക്ക് ലക്ഷ്യങ്ങളില്ല. 2, അവർ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നു, ആ ലക്ഷ്യത്തിൽ ചേരുവാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നു. അതായത് ജീവിതത്തിൽ വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് ആത്മീയ മക്കൾക്ക്. നമ്മുടെ ലക്ഷ്യം എന്താ? എന്റെ നിങ്ങളെ ലക്ഷ്യം എന്താ? എന്താ? ഒന്ന് പറഞ്ഞേ. ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ലക്ഷ്യം എന്താ? ഞാൻ പറഞ്ഞു വന്ന വ്യക്തികളെ പോലുള്ളവരാ നിങ്ങൾ, സംശയമില്ല. ലക്ഷ്യമില്ല, അതുകൊണ്ടാ പറയാൻ പറ്റാത്തത്. കർത്താവിന്റെ വീട് വരെങ്കിൽ നാം എടുക്കപ്പെടണം. അതാ നമ്മുടെ ലക്ഷ്യം, ലോക ജീവിതത്തിൽ ലക്ഷ്യം അതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ കാണുന്നത് ദർശനമില്ലാത്തടത്ത് ജനം നശിക്കുന്നു. ദർശനമില്ലാത്തടത്ത് നിങ്ങൾക്ക് ദർശനമുണ്ടോ? ഉണ്ടോ? ഒരാൾ മാത്രം തലവെക്ക്, ബാക്കി ആരും. ദർശനമില്ലാത്തൊരു ജനം നശിക്കുന്നു. ആദാമിനോട് ചോദിച്ച അതേ ചോദ്യം, കർത്താവേ, എന്നോട് നീ ചോദിക്കുവാൻ ഇടയാകാതെ അവിടുന്ന് ആഗ്രഹിക്കുന്ന വിധത്തിൽ ആത്മീക ലെവലിലേക്ക് എന്നെ ഉയർത്തണമേ. ഇന്ന് രാവിലെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ വർഷത്തിന്റെ ഈ ഞായറാഴ്ച നാം ദൈവസന്നിധിയിലായിരിക്കുന്ന സമയം, കഴിഞ്ഞുപോയ ജീവിതകാലത്തെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന് പരിശോധിച്ച് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി
ദൈവഹിതപ്രകാരമുള്ളവയാണോ അതോ ഇല്ലാത്തവയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നാം ഒന്ന് പരിശോധിക്കണം. ഇവിടെ വന്നു പോയി, ഇത് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ. എന്നെ കൊണ്ട് ഉൾപ്പെടുത്തിയാ പറയുന്നത്. ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്? ദൈവഹിതമില്ലാത്ത കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അതൊന്ന് ഏറ്റുപറഞ്ഞ് അതിനെ ദൂരത്തകറ്റി ദൈവത്തോട് ഒരു പടി കൂടി നമുക്കെടുക്കാം. ദൈവത്തിൽ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കാം. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിച്ച് കളഞ്ഞ് ദൈവത്തോട് അടുക്കുവാൻ ദൈവജനം തയ്യാറാകണമെന്നാണ് ഇന്ന് രാവിലെ സമയം എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളിൽ നാം ദൈവത്തിന് എത്രയോ അകലെയായിരുന്നു. പക്ഷേ ദൈവം നമ്മെ എത്രയോ അനുഗ്രഹിച്ചു. എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നു. ഒന്നോർത്തെ, നീതിമാന്റെ മേലും ദുഷ്ടന്റെ മേലും ഒരുപോലെ മഴ പെയ്യിക്കുന്ന ദൈവം. ദൈവത്തിന്റെ അതിരറ്റ കൃപയ്ക്കായിട്ട് രാവിലെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, സ്തോത്രം ചെയ്യാം. അറിഞ്ഞു അറിയാതെയും വന്നുപോയ തെറ്റുകൾക്ക് അതിനുവേണ്ടിയുള്ള ദൈവത്തിലുള്ള മാപ്പപേക്ഷ പോലെ തന്നെ പ്രാധാന്യമാണ് ദൈവം ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് തരാൻ പോകുന്ന അനുഗ്രഹങ്ങൾക്കായിട്ട് നന്ദി പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിന് നേർപ്പാകുന്ന ഈ പുതിയ വർഷത്തില് ദൈവാനുഗ്രഹം പ്രാപിപ്പാനുള്ള മാപ്പപേക്ഷ ആണെങ്കിൽ നന്ദി പ്രകടനം ദൈവം തരാൻ പോകുന്ന അനേകം അനുഗ്രഹങ്ങൾക്കൂടെയുള്ള മുൻകൂറായിട്ടുള്ള ഒരു ചീട്ടുകൂടിയാണ്. അത് ദൈവത്തിൽ നേടിയെടുക്കുവാനുള്ള ഒരു താക്കോലാണ് പ്രാർത്ഥന. ഇത് രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. നമ്മുടെ ജീവിതത്തില് ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ള ഉറച്ച വിശ്വാസമായിരിക്കണം നമ്മെ മുമ്പോട്ട് ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. നിരാശ ഇതൊരു വലിയൊരു ഘടകമാണ്. ഒരിക്കലും ഒരു വിശ്വാസം നിരാശപ്പെടുവാൻ പാടില്ല. ഈ വിശ്വാസത്തിന്റെ തികഞ്ഞ അനുഭവത്തിൽ മാത്രമേ റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തില് പറയുന്നത് പോലെ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ബാക്കിയെന്ന് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വാസ ജീവിതത്തില് നമ്മെ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 15 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ? റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന്റെ 15 മുതൽ 25 വരെ വിശ്വാസത്തിൽ നമ്മെ ഉറപ്പിക്കുന്ന ഒരു വേദഭാഗമാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവെ അത്രയും പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവുകാർ നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനും അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രയും നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നും വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. സർവ സൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു. പ്രത്യാശ അതല്ല, നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയല്ല. ഒട്ടും കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന്? നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കും. ഒരു ദൈവ പൈതല് തനായിരിക്കുന്ന ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയും വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിനെ പറ്റിയും ഈ വേദഭാഗം വളരെ വ്യക്തമാക്കുന്നുണ്ട്. വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാനം പ്രത്യാശയാണ്. നന്മയും തിന്മയും ഇടകലർന്ന ഈ ലോക ജീവിതത്തില് തിന്മയെ നമുക്ക് മാറ്റി നിർത്തുവാൻ സാധ്യമേ അല്ല. നാം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ
നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമുക്കാൽ സംഭവങ്ങളും നമുക്ക് വേദന തരുന്നതാണ്. നമുക്ക് ന്യായമായത് നിഷേധിക്കപ്പെടുന്ന ലോകത്തിന്റെ നീതി എളിവരെയും ദുഷ്ടന്മാരെയും പീഡിപ്പിക്കുകയും അവരെ സമ്പന്നരാക്കുകയും ചെയ്യുന്ന ലോകം. ഇങ്ങനെയുള്ള ലോകത്തില് ദൈവമക്കളായ നമുക്ക് ജീവിക്കുവാൻ നമ്മുടെ കർത്താവിന്റെ സന്നിധി മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ ശോഭ മുഴുവൻ പ്രത്യാശയിലാണ്. ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നോടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നുവെന്ന്. 2 കൊരിന്ത്യർക്ക് ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ യാത്രയില് നമ്മെ തളർത്തിക്കളയുവാൻ പൈശാചിക ശക്തികൾ പലപ്പോഴും ശ്രമിച്ചപ്പോഴും വീഴാതെ പിടിച്ചു നിൽക്കുവാൻ സഹായിച്ചത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. സർവശക്തനായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചത് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം എന്റെയും നിങ്ങളുടെയും ഏറ്റവും ചെറിയ കാര്യങ്ങളിലും പ്രവർത്തിക്കും എന്നുള്ളതിന് സംശയമേ ഇല്ല. നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ സകല മനുഷ്യരും നടുങ്ങുമ്പോൾ ദൈവജനത്തിന്റെ വിശ്വാസം പ്രവർത്തിക്കുവാൻ തുടങ്ങണം. പ്രത്യാശ എന്നത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിലേക്ക് കടന്നു വരുന്ന കാഴ്ചപ്പാടാണ്. ഇങ്ങനെയുള്ളവരാണ് രക്ഷിക്കപ്പെടാത്ത ദൈവമക്കൾക്ക് ബലവും ശക്തിയും നൽകേണ്ടത്. രക്ഷിക്കപ്പെടാത്തവരുടെ ജീവിതത്തില് ഭാരവും പ്രയാസവും ഉണ്ടാകുമ്പോൾ അവർക്ക് ആശ്വാസത്തിന്റെ കരം നീട്ടുവാൻ ദൈവമക്കളായ നമുക്ക് കഴിയണം. ആത്മാവിന്റെ ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായി ഞരങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് ചെയ്യുന്നവരാണ് ദൈവമക്കൾ. സ്വർഗത്തിലെ സകല സൗഭാഗ്യങ്ങളും ഓർക്കുമ്പോൾ ലോകം ദോഷമുള്ളതാകയാൽ അതിൽ നിന്ന് അകന്നിരിക്കുന്നവരല്ല ദൈവമക്കൾ. ലോകത്തിൽ നിന്ന് വിളിച്ചു വേർതിരിക്കപ്പെട്ട സ്വർഗരാജ്യത്തിന്റെ മക്കൾക്ക് ഈ ലോകത്തിൽ നിന്നും അന്യപ്പെട്ട യാതൊന്നുമേ ഇല്ല. ഈ ദർശനമാണ് ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം പറയുവാൻ അപ്പോസ്തലന്മാരെ പ്രേരിപ്പിച്ചത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. കഷ്ടങ്ങൾ അനുഭവിക്കുമ്പോഴും അത് തോറ്റുപോയി എന്ന ചിന്തയിലല്ല, മറിച്ച് 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ച്. 2 കൊരിന്ത്യർ 4-ന്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നുള്ളത്. ഞങ്ങൾ സകലവിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവ് യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. അപ്പോൾ ഈ വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തിൽ ജീവിക്കുന്നവർ കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിജയത്തിൽ പങ്കാളികളാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. അതുകൊണ്ട്
ഈ പുതിയ വർഷം നാം പൂർണ്ണമായും ദൈവഹിതപ്രകാരമായി തീരേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ലോക ചരിത്ര സംഭവങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് വാതിൽക്കൽ നിൽക്കുകയാണ്. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഈ ലോക ജീവിത കാര്യങ്ങളെ അതിന്റെ ഇഷ്ടാനുസരണം പോകാൻ വിട്ടുകൊടുക്കുന്നതിലൂടെ അല്ല, മറിച്ച് അതെല്ലാം ദൈവപ്രകാരം ചെയ്യുന്നതിലാണ് നമ്മെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം ഈ ലോകത്തിൽ നിറവേറ്റപ്പെടുന്നത്. വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാത്ത അതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മെ പ്രയാസപ്പെടുന്ന ജീവിത പ്രശ്നങ്ങൾ കൊണ്ടോ ഒക്കെ പലപ്പോഴും വേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെന്ന് വരാം. അനേകം മനുഷ്യരുടെ ദിവസം തോറുമുള്ള കഷ്ടതകള് വാക്കുകൊണ്ട് പറയാൻ കഴിയാത്തതിനാൽ കണ്ണുനീരും നെടുവീർപ്പും കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ അറിയിക്കുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ഗെത്സമനേയില് അനുഭവിച്ച വേദനയെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ടല്ലോ. ലോകത്തിന്റെ മോചനത്തിനായിട്ട് കുരിശിന്റെ വഴി തന്റെ മുമ്പിൽ തുറക്കപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവ് അനുഭവിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ തരത്തിലുള്ള വികാരമായിരുന്നു. എന്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇത് പറയാൻ കഴിയുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ്. ദൈവരാജ്യത്തിന്റെ വഴി കുരിശിന്റെ വഴിയാണ്, ഭാരങ്ങളുടെയും പ്രയാസങ്ങളുടെയും വഴിയാണ്. സകല നന്മകളാലും സർവശക്തനായ ദൈവം പുതുവർഷത്തില് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ഒരു പുതിയൊരു ആത്മീയ അനുഭവത്തിലേക്ക് കൊണ്ടുവരട്ടെ. അതിനായിട്ട് ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ ആ ചോദ്യത്തിന്, നമ്മൾ എവിടെയെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നമുക്ക് കർത്താവിനോട് തന്നെ പറയാം. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണോ, അല്ലെങ്കിൽ ഓടി മറിഞ്ഞ് ആദാമും അവയും ഓടി മറിഞ്ഞതുപോലെ തന്നെ പാവം ചെയ്ത് ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ഓടിയപ്പോൾ ചോദിച്ച ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് കർത്താവ് നമ്മൾ ഓർപ്പിച്ച സത്യത്തെ ഒരു പുതിയ വർഷം മാത്രമല്ല, ഒരു പുതിയ ദിവസം തന്നെ നമുക്ക് തന്നാൽ, ഒരു മണിക്കൂർ കൂടെ നമ്മുടെ ജീവിതത്തിന്റെ ആയുസ്സിന് നാളുകൾ കൂട്ടി തന്നാൽ പ്രിയപ്പെട്ടവർ, അത് വിലയില്ലാതല്ല. ദൈവത്തിന്റെ മഹാപദ്ധതിയിൽ നമുക്ക് ഒരു മണിക്കൂർ കൂടെ കൂട്ടി തന്നിരിക്കുക. ഒരു മണിക്കൂർ പോട്ടെ, ഒരു ദിവസം കൂടെ കൂട്ടി തന്നിരിക്കുക. നമ്മൾ കണക്ക് കൊടുക്കേണ്ടവരാണ്. ദൈവം തന്നെ നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തി കാണിച്ചിട്ട് നമ്മൾ കർത്താവിനോട് വിശ്വസ്തനായിട്ട് ജീവിക്കുന്നുണ്ടോ? നമ്മളോട് കർത്താവ് ചോദിക്കുക, നമ്മൾ എവിടെ, നീ എവിടെ? നമ്മളെ വില കൊടുത്ത കർത്താവ് വാങ്ങിച്ചത്, കർത്താവിനെ സ്വന്തമാക്കിയപ്പോൾ പിന്നെ കർത്താവ് ഒരു ചോദ്യമാണ് നമുക്ക് കൊടുത്തത്. ഞാൻ വില കൊടുത്ത് വാങ്ങിച്ച വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജീവനെ കൊടുത്ത്, എൻ്റെ സ്വന്തം രക്തം ചൊരിഞ്ഞ് എന്നെ വീണ്ടെടുത്ത് വാങ്ങിച്ച വ്യക്തിയാണ്. നീ എവിടെ പോകുക? നമ്മുടെ സ്വന്തം, നമ്മുടെ താന്താങ്ങളുടെ അല്ല. നമ്മൾ കഴിഞ്ഞ 1 കൊരിന്ത്യർ 6 അവസാനം വായിച്ചു. നമ്മൾ താന്താങ്ങളുടെ അല്ല, കർത്താവ് വില കൊടുത്ത് വാങ്ങിച്ചവർ. അതുകൊണ്ട് നമുക്ക് ഒരു കടപ്പാടുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെ സൃഷ്ടിച്ച കർത്താവ് മാത്രമല്ല, നമ്മളെ വീണ്ടും സ്വന്തമാക്കിയ, വില കൊടുത്ത് വീണ്ടും വാങ്ങിച്ച കർത്താവിന്റെ ആ വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ നമ്മൾ കർത്താവിന് നമ്മൾ ഉത്തരം കൊടുക്കുന്നവരായി നമുക്ക് ആ ഉത്തരം പറയാൻ പ്രിയപ്പെട്ടവർ. എല്ലാ ദിവസവും ദൈവത്തോട് ബാധ്യത. ദൈവം നമ്മൾ വില കൊടുത്ത് വാങ്ങിച്ചപ്പോൾ ദൈവമാണ് നമ്മുടെ മുതലാളി. കർത്താവിന്റെ സൃഷ്ടി വില കൊടുത്ത് സ്വന്തം ദൈവത്തിന്റെ സ്വന്തമായി തീർന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഉറപ്പിച്ച സത്യത്തിന് വേണ്ടി സ്തോത്രം. അങ്ങൊരു വലിയ വില കൊടുത്താണല്ലോ ഞങ്ങളെ ഓരോരുത്തരെ വാങ്ങിച്ചത്. അതിന് ഉത്തരം അങ്ങ് ചോദിച്ച് അങ്ങയുടെ മുൻപിൽ നിൽക്കാനും അങ്ങ് പറയുന്നത് കേൾക്കാനാണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ല.
ഞങ്ങൾക്ക് വേറെ ലക്ഷ്യമില്ല. ഞങ്ങൾ ഈ ഭൂമി വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ലക്ഷ്യം നിറവേറ്റണം. അത് മനസ്സിലാക്കി ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരെയും നിൽക്കുക കൃപ തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സ്തോത്രം. ഈ മകനെ സന്ദേശം കൊടുത്ത് ഞങ്ങൾ ഓർപ്പിച്ചതിന് വേണ്ടി സ്തോത്രം. കർത്താവ്, വിശ്വസ്തരായിട്ട് ജീവിക്കാൻ ഞങ്ങൾ ഇന്ന് കേട്ട വചനം കൊണ്ട് കേട്ട് വിശ്വസ്തരായിട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. Lord, help us, Lord, we pray. In Jesus Christ, our Lord's name we pray. Amen. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സഹവാസം നമ്മൾ കേട്ട വചനങ്ങളുടെ മേലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടാകുമാറട്ടെ. ആമേൻ. കർത്തർ മേശയ്ക്ക് വചനം വായിക്കാൻ സഹോദരൻ രാമചന്ദ്രൻ.